Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാരിയേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിൻ്റെ പോയിന്റ്സുകളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസിഷൻസ് ഈസ് ഈസി. തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഈസി ആണ്, പക്ഷേ മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ ഈസ് ഡിഫിക്കൾട്ട്. തീരുമാനം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും, പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്ന് വരിക എന്ന് പറയുമ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ തീരുമാനങ്ങൾ നമുക്ക് എടുക്കുന്നത് ശരിയുമാവാം തെറ്റുമാവാം. വെൻ മേക്കിംഗ് ഡെസിഷൻസ് വി വിൽ ഫേസ് മെനി ബാരിയേഴ്സ്. ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ആ കിട്ടുന്ന തീരുമാനങ്ങൾ എന്താവണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എന്ത് കേട്ടാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്തതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് എത്ര സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ടറാണ്. അങ്ങനെ പലതരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് ബയാസസ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് അവർ ഡെസിഷൻസ്. എന്താണ് ഈ കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറഞ്ഞാൽ? കറക്റ്റ് മലയാളം വേർഡ് എന്ന് പറയുമ്പോൾ ധാരണ പക്ഷപാതിത്വങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം, അതിലാണ് നമ്മുടെ എല്ലാ ചിന്തകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങൾ, പാസ്റ്റായിട്ട് നമുക്കുണ്ടായ എക്സ്പീരിയൻസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം മസ്തിഷ്കത്തിൽ നമുക്കറിയാലോ, നമ്മുടെ ബുദ്ധി, ഓർമ്മ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ് എന്നുള്ള ഒരുപാട് പോർഷൻസ് അതിലുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ചിന്തകൾ, മനസ്സ്, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം, അതേപോലെ എന്ത് തീരുമാനം എടുക്കണം, എന്തെങ്കിലും ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് സാമ്യം തോന്നുമ്പോൾ അത് തന്നെയാണ് ശരി നമുക്ക് തോന്നും. ഈവൺ അത് തെറ്റാണെങ്കിൽ പോലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചില ധാരണകൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം എന്തായിക്കൊള്ളുന്നില്ല, ശരിയായിക്കൊള്ളുന്നില്ല, തെറ്റുമായിക്കൊള്ളുന്നില്ല. ശരിയായിക്കൊള്ളുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ അത് തെറ്റാണെങ്കിൽ പോലും നമ്മളതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് റെഡി ആവില്ല. നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ളത് നമ്മൾ എന്തൊക്കെയോ മുന്നേ ധരിച്ചു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ തീരുമാനമെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദർ ആർ എ നമ്പർ ഓഫ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഒരുപാട് തരത്തിലുള്ള ബാരിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഒരു നല്ലൊരു ഡെസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇഫക്റ്റീവ് മാനേജേഴ്സ് ആർ അവെയർ ഓഫ് ദീസ് പൊട്ടൻഷ്യൽ ബാരിയേഴ്സ്. അപ്പോൾ ശരിക്കും ഈ തടസ്സങ്ങൾ ഇല്ലാതെ ആവണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി മസ്റ്റ് ബി അവെയർ. എല്ലാ ആളുകൾക്കും എന്തായിക്കൊള്ളുന്നില്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ ബോധവാന്മാരായിക്കൊള്ളുന്നില്ല. നമ്മുടെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റായിട്ട് ഇൻഫർമേഷൻ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക. അപ്പോൾ എപ്പോഴും ഒരാൾ ചിന്തിക്കേണ്ട കാര്യം, എന്താണോ നമ്മുടെ ആ ഒരു ബാരിയേഴ്സ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ട്രൈ ടു ഓവർകം ദം ആസ് മച്ച് ആസ് പോസിബിൾ. അതിനെയൊക്കെ പരമാവധി നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുക, ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള മാനേജേഴ്സ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് അവെയർ ആയിരിക്കുക, അതേപോലെ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ റെഡി ആവുക. അത്തരത്തിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തി ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ? മനഃശാസ്ത്രം, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടത്. മനസ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആക്ച്വലി എന്താണോ നമ്മുടെ ബ്രെയിനിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിനുമായിട്ട് താരതമ്യം ചെയ്യുമ്പം അതേപോലെ നമ്മൾ കുറേ ഇൻപുട്ട് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, അവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മുടെ പല തീരുമാനങ്ങളും വരുന്നത്, ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടേതായ കുറേ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവം, താല്പര്യം, വ്യക്തി
യുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. പല പല അനുഭവങ്ങളിലൂടെയും പല ആളുകളുടെ കാഴ്ചപ്പാടുകളിലൂടെയും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ആ മാനസികമായിട്ട് വരുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയാസസ് ആണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഈസ് ഷേപ്ഡ്. എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആയി വരുന്നത്? ഷേപ്ഡ് ബൈ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ വ്യക്തിയും തീരുമാനം എടുക്കുന്നത് അവരുടെ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അവരുടെ ഒരു ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഒരു സ്വഭാവം, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ആ വ്യക്തി എടുക്കുന്ന തീരുമാനം ഉണ്ടാവുക. സബ്ജക്റ്റീവ് ബയാസസ് ആണ്. എന്താണ് ഈ സബ്ജക്റ്റീവ് ബയാസസ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവും ഉണ്ട്, സബ്ജക്റ്റീവും ഉണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോബ്ലം, മാത്സിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നു, അതിന് 2 or 3 ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ എന്ത് ടെക്നിക്സ് യൂസ് ചെയ്താലും അത് ആര് ചെയ്താലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. അത് ഒബ്ജക്റ്റീവാണ്. അതേസമയം സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരാളുടെ പെർഫോമൻസ് കാണുന്നു, നമ്മളൊരു ജഡ്ജായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കുട്ടിക്ക് ഒരു 5 മാർക്ക് കൊടുക്കുന്നു, അതേസമയം മറ്റൊരു ജഡ്ജ് 8 മാർക്ക് കൊടുക്കുന്നു. അതെന്താണ്? കാരണം ഞാൻ എന്ത് കാര്യം കൊണ്ടാണോ മാർക്ക് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ മാർക്ക് ഇടാതിരുന്നത്, ആ കാര്യം തന്നെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ വേറൊരു വ്യക്തിക്ക് ആ പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നത്. അവർക്ക് അവരുടേതായ കുറേ ശരികളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അതിൽ പോരായ്മകൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് വ്യക്തിപരമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആ ഡിസിഷൻ എടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ഉത്തരവും സബ്ജക്റ്റീവ് ആയിരിക്കും, സബ്ജക്റ്റീവ് ബയാസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരേപോലൊരു ആൻസർ ഒരിക്കലും വ്യക്തിപരമായിട്ടാണെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ തികച്ചും മറ്റൊരാളെക്കാളും വ്യത്യസ്തരായതുകൊണ്ടാണത്. അപ്പോൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്, അപ്പോൾ വ്യക്തിപരമായിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യം? ഡിസ്ട്രപ്റ്റിംഗ് ഒബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്സ്. ഒബ്ജക്റ്റീവായുള്ള ജഡ്ജ്മെൻറ്റ്സ് അത് ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ബയാസസിൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഇൻഹറൻ്റ്ലി എ കോഗ്നിറ്റീവ് ആക്ടിവിറ്റി. എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത്? എന്താ? ശരിക്കും ഒരു ധാരണകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു തീരുമാനം അവിടെ ഉണ്ടാവുന്നത്. ദ റിസൾട്ട് ഓഫ് തിങ്കിങ് ദാറ്റ് മേ ബി ഐദർ റാഷണൽ ഓർ ഇറേഷണൽ. നമ്മളൊരു തീരുമാനം എടുക്കാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു, ഒരുപാട് ചിന്തിച്ചു, ആ ചിന്തയുടെ അവസാനം നമുക്കൊരു റിസൾട്ട് കിട്ടും. അതെങ്ങനെയായിരിക്കാം? ഇറ്റ് മേ ബി ഒന്നില്ലെങ്കിൽ നമ്മൾ യുക്തിപരമായിട്ട് എല്ലാവരും വരായികളെയും കുറിച്ച് അറിഞ്ഞെടുത്ത തീരുമാനങ്ങളാവാം. ചിലപ്പോൾ അത് ഇറേഷണൽ ആവാം. ഇതൊന്നും അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിനെയും കൺസിഡർ ചെയ്യാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡിങ് പേഴ്സണാലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് ആര് തീരുമാനമെടുക്കുന്നു, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, ആ വ്യക്തിക്കുണ്ടായ അനുഭവങ്ങൾ, ഇത് രണ്ടും തീർച്ചയായിട്ടും അയാൾ എടുക്കുന്ന ഡിസിഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ആസ് സച്ച് ഇൻഡിവിജ്വൽസ് ടെൻഡൻസി ക്യാൻ ഐദർ ബി ആൻ ഒബ്സ്റ്റക്കിൾ ഓർ ആൻ എനേബ്ലർ ടു ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയുടെ വെളിച്ചത്തിലായിരിക്കും. പക്ഷെ അതേപോലെ അല്ലല്ലോ വേറൊരാൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് കോഗ്നിറ്റീവ്, അതിൽ തന്നെ വരുന്ന ആ ഒരു മിസ്മാച്ചിങ്, കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് അതിൻ്റെ തന്നെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ദ മോസ്റ്റ് കോമൺ കോഗ്നിറ്റീവ് ബയാസസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. കോമൺ കോഗ്നിറ്റീവ് ബയാസസ്, ഏറ്റവും പൊതുവായിട്ട് നമ്മൾ പറയുന്ന ബയാസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് കൺഫർമേഷൻ ബയാസ്. എന്താണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് സ്ഥിരീകരിക്കുക, അത് തന്നെയാണ് ശരി എന്ന് സ്ഥിരീകരിക്കുക, അതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ദിസ് ബയാസ് ഒക്കേഴ്സ് when decision makers search evidence that confirms their previously held belief. എന്താണ് ഈ പ്രീവിയസ്ലി ഹെൽഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ? ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചില വിശ്വാസങ്ങളുണ്ട്,
ആ വിശ്വാസത്തിനെ ഒന്നുകൂടി നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വേറൊരാളുടെ സഹായം കൂടി തേടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ആളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അയാളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കണമെങ്കിൽ എന്താ, അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. കാരണം ഞാനും ഇത് തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ചോദിച്ചത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് കൺഫർമേഷൻ, അപ്പോൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ വേറൊരാളും പോസിറ്റീവായി പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ആ പറയുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരം ഇല്ലാതെ പറയുന്നെങ്കിലോ നമ്മുടെ അടുത്ത തീരുമാനം തീർച്ചയായിട്ടും എന്തായിരിക്കും, തെറ്റായിരിക്കും. അപ്പോൾ ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ബിലീഫ് അല്ലെങ്കിൽ പ്രീവിയസ്ലി ഹെൽഡ് ബിലീഫിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പം ഉണ്ടാവുന്ന ആ തെറ്റുകളെയാണ് എന്ത് പറയുന്നത്, കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. വി വോണ്ട് ടു ബി കൺഫേംഡ്, നമുക്ക് എന്ത് വേണം, അത് കൺഫേം ചെയ്യണം, ഒന്നുകൂടി ഉറപ്പിക്കണം. എൻ്റെ മനസ്സിൽ തോന്നി ഇത് തന്നെയാണ്, പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ വേറൊരാൾ പറയണം. പക്ഷെ ആ വേറൊരാൾ പറയുന്നതോ അയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ നമ്മളുടെ ഈ തീരുമാനം അവിടെ തെറ്റായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ തീരുമാനിച്ചു വെച്ച് തന്നെയാണ് അയാളും പറയുന്നത്. അതുകൊണ്ട് നമ്മളത് ശരിയാണെന്ന് വിചാരിച്ച് വിശ്വസിക്കുന്നു, പക്ഷെ അത് തെറ്റാവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ വി പേ മോർ അറ്റൻഷൻ ടു ഇൻഫർമേഷൻ ദാറ്റ് വി തിങ്ക് സപ്പോർട്ട് അസ്. അപ്പം ഞാനൊരു കാര്യം വിചാരിക്കുന്നു, അത് തന്നെയാണ് ഞാൻ അന്വേഷിച്ച വ്യക്തിയും പറയുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പോൾ രണ്ടാമതൊരാളോട് നമ്മൾ ചോദിക്കുകയാണ്, അപ്പം അയാൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു തരത്തിലും ആ കാര്യം ശരിയാവില്ല എന്നാ പറഞ്ഞു വെച്ചാൽ നമ്മൾ അയാളെ ഇഗ്നോർ ചെയ്യും അല്ലേ. അവരെ നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ചതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ പറയുന്നത്. നേരെ മറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. പക്ഷെ ആക്ച്വലി അത് തെറ്റാവാനുള്ള സാധ്യതകൾ ധാരാളമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയും ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് യു ബിലീവ് യുവർ ന്യൂ ഡയറ്റ് ഓഫ് ബനാനാസ് ആൻഡ് ആൽമണ്ട്സ് ഈസ് ദ ഹെൽത്തിയസ്റ്റ് ഫുഡ്സ് ടു ഈറ്റ്, യു വിൽ സെർച്ച് ഫോർ ആൻഡ് അക്സെപ്റ്റ് എനി സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഓൺ ദ വെർച്യൂസ് ഓഫ് ബനാനാസ് ആൻഡ് ആൽമണ്ട്സ് ആൻഡ് ഇഗ്നോർ ദ ഡിസ്കൗണ്ട് ആൻഡ് എനി കോൺട്രഡിക്ടറി ഇൻഫർമേഷൻ. വളരെ ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡയറ്റ് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ബനാനയും ആൽമണ്ട്സും യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഹെൽത്തിയസ്റ്റ് ഫുഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇനി അത് ശരി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പം ഒരുപാട് ഗുഡ് കമൻസുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വരുന്നു. ആൽമണ്ട് അങ്ങനെയാണ്, ബനാന ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഹാപ്പിയാണ്, കാരണം നമ്മൾ ചിന്തിച്ചത് ശരിയാണ്. പക്ഷേ ഇതല്ല തെറ്റായിട്ട്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങളൊന്നും ബനാനയിൽ നിന്ന് കിട്ടുന്നില്ല, ആൽമണ്ട് യൂസ് ചെയ്താൽ കിട്ടുന്നില്ല എന്ന് വേറൊരാൾ സത്യത്തിൽ പറയുന്നുണ്ടാവാം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു തീരുമാനത്തിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പം അതുകൂടി നമ്മൾ അവെയർ ആവണം എന്നാണ് കൺഫർമേഷൻ ബയാസിൽ പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ആങ്കറിങ്. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആങ്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക പരിപാടിയൊക്കെ അവതാരക അല്ലേ. പക്ഷേ ഇവിടുത്തെ ആങ്കറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നങ്കൂരം. അതായത് കരയ്ക്ക് അടുപ്പിക്കാൻ വരുന്ന ഒരു കപ്പലിൽ എങ്ങനെ നിർത്തുക, നങ്കൂരം ഇട്ടിട്ടാണ് നിർത്തുക. നങ്കൂരം പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് ഒരു കൊളുത്ത് പോലെ സാധനം കൊണ്ടുവന്ന് അതിൽ കണക്ട് ചെയ്യുമ്പം അതിങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി, കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ച് കരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ചിന്തകളെ എങ്ങനെ വരുന്നത്, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ചില ആളുകളെ കുറിച്ചൊരു ധാരണ ഉണ്ട്, ഇവൻ എന്ത് ചെയ്താലും ശരിയാവില്ല, അല്ലെങ്കിൽ ഇവൻ പോയാൽ ഫസ്റ്റ് വാങ്ങിയിട്ടേ വരുള്ളൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ അവരതുപോലെ തന്നെ ആവും കൂടി ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതെന്താണ്, നമ്മുടെ ഉള്ളിലത്തെ ചിന്തകളും നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ആ പെർഫോമൻസും കറക്റ്റായിട്ട് വരുമ്പോൾ അത് തന്നെയാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓക്കെ, ആങ്കറിങ് എന്ന് പറയും, ദിസ് ഈസ് ദ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ആൻ ഇനീഷ്യൽ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ മൈൻഡിൽ എപ്പോഴോ ഒരു ഇൻഫർമേഷൻ കയറി കൂടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്. ആ ഇൻഫർമേഷൻ അവിടെ ഇങ്ങനെ കിടക്കുക. അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തെടുക്കുക നമ്മുടെ ഈ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഈ ഒരു ചിന്തയാണ്, അതെൻ്റെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ തന്നെ ആയിരിക്കും ശരി എന്ന് നമുക്ക് തോന്നുക.
സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ഓർ എക്സ്പീരിയൻസ് ടു മേക്ക് സബ്സീക്വൻറ്റ് ജഡ്ജ്മെൻറ്റ്സ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെപ്പോഴും ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. വൺസ് ആൻ ആങ്കർ ഈസ് സെറ്റ്, നമ്മൾ ഒരിക്കൽ നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചു. അതർ ജഡ്ജ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് എവേ ഫ്രം ദ ആങ്കർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി ആ ആങ്കറിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും അതിനോട് അടുപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് ക്യാൻ ലിമിറ്റ് വൺസ് എബിലിറ്റി ടു ആക്യുറേറ്റ്ലി ഇൻ്റർപ്രിറ്റ് ന്യൂ പൊട്ടൻഷ്യലി റെലവൻറ്റ് ഇൻഫർമേഷൻ. അങ്ങനെ വരുമ്പോൾ ശരിക്കും അത്യാവശ്യമായതോ റെലവൻറ്റോ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് പുതുതായിട്ടായിരിക്കും. അതിൻ്റെ റെലവൻറ്റ് ഇൻഫർമേഷനെ കുറിച്ച് ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത്, അതിൻ്റെ എബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു ധാരണ എന്താണോ അതിനോട് സാമ്യമുള്ളത് അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനം. അന്ന് അങ്ങനെയല്ലേ ഞാൻ വിചാരിച്ച്, അതുപോലെ അന്ന് സംഭവിച്ചില്ലേ, അതുകൊണ്ട് ഇതും ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ ധാരണകളാണ്. ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു സൈക്കോളജിയെ കുറിച്ചാണ് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആങ്കറിങ് എന്ന് പറയുമ്പം ഈ ഒരു ബയാസാണ്, കോഗ്നിറ്റീവ് ബയാസാണ് വരുന്നത്. അടുത്തത് ഹാലോ ഇഫക്റ്റ്. ഹാലോ ഇഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ ഒബ്സർവേഴ്സ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് എ പേഴ്സൺ. ആരാണ് ഒബ്സർവർ? നമ്മളൊരു നിരീക്ഷകനാണ്. നമ്മൾ നിരീക്ഷിക്കണം ഓരോ വ്യക്തികളെ. ഒരു വ്യക്തിയിൽ നമ്മൾ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? നമ്മൾ സ്വാധീനം ചെലുത്തുന്നതല്ല, വേറൊരു വ്യക്തി നമ്മളെ ഇമ്പ്രസ് ചെയ്യാം. ചില ആളുകളെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഇടപഴകുന്ന ആളുകളുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലായാലും ഫ്രണ്ട്സ് ആയാലും പുറത്താണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന അവിടെയും പഠിക്കുന്ന അവിടെയൊക്കെ ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ട്. പക്ഷേ ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില ബ്രാൻഡുകളോട്, ചില പ്രോഡക്റ്റുകളോട്, ചില കമ്പനിയോട് നമുക്ക് തോന്നുന്ന ഒരു തരം ഒരു ഇംപ്രഷൻ എന്താണ്, ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഒബ്സർവേഴ്സ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് അബൌട്ട് ദ എൻറ്റിറ്റീസ് ഓവറോൾ ക്യാരക്ടർ ഓർ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മോടൊപ്പം ഒരു കൊളീഗ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എന്താ പറയുക, നല്ല അപ്പിയറൻസ് ആണ്, നല്ല സ്മാർട്ടാണ്, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഭയങ്കര നല്ല രസമായി ചെയ്യും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഒരു ഗുണങ്ങൾ ആ വ്യക്തിയിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആ ഒരൊറ്റ അവരോടുള്ളൊരു ഇംപ്രഷൻ കൊണ്ട് അവരുടെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ കാണാതെ പോവാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ട് എന്നറിഞ്ഞാൽ പോലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവാറില്ല. കാരണം നമ്മൾ അത്രമാത്രം ഇംപ്രസ്ഡ് ആണ് ആ വ്യക്തിയിൽ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എന്ത് നെഗറ്റീവ് അപ്പുറത്ത് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതിനെയാണ് അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു അപ്പിയറൻസിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഹാലോ ഇഫക്റ്റ്. അപ്പോൾ ഒരു ഹാലോ ഇഫക്റ്റ് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും എന്തായി വരാൻ സാധ്യതയുണ്ട്, തെറ്റായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹാലോ ഇഫക്റ്റിൽ എന്താ പറയുന്നത്, പ്രിഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വൺ ഹാസ് ടുവേർഡ്സ് സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ. ചില വ്യക്തികളോടോ ചില സ്ഥാപനങ്ങളോടോ നമുക്ക് എന്താ പറയുക, അകമഴിഞ്ഞ നന്ദിയോ സ്നേഹമോ കടപ്പാടോ ഇഷ്ടമോ ഒക്കെ നമ്മൾ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പം പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, തെറ്റാണെങ്കിൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് റെഡിയല്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മളുടെ ശരിയെന്ന് പറയുമ്പോഴും അതിനെ വീണ്ടും നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. We are impressed with their knowledge or expertise in a certain area or areas, and we later assume that they are also expertise in certain other unrelated areas and seek their opinions. ഈ ഒരു സെൻറ്റൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഭയങ്കര അറിവാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ ഭയങ്കര എക്സ്പേർട്ടാണ് ചില ഏരിയകളിൽ ആൻഡ് ഏരിയാസ് ആൻഡ് വി ലേറ്റർ അസ്യൂം. അപ്പോൾ ആ നല്ല അറിവുള്ള നമ്മുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ചില വ്യക്തികളോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം നമ്മുടെ മൈൻഡിൽ എന്താണ്, ആ വ്യക്തിക്ക് എല്ലാം അറിയാമെന്നാണ് ധാരണ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരോട് ഓടിച്ചെന്ന് ചോദിക്കും, അവരൊരു ഉത്തരം തരും. പിന്നെ നമുക്ക് വേറെ ഒരു വശം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും റെഡിയല്ല. കാരണം അത്രമാത്രം നമുക്ക് അവരെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുമ്പം അവരാണ് ശരി എന്നാണ് നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ വി ലേറ്റർ അസ്യൂം ദാറ്റ് ദേ ആർ ഓൾസോ എക്സ്പെർട്ടൈസ് ഇൻ സർട്ടൺ അതർ അൺറിലേറ്റഡ് ഏരിയാസ് ആൻഡ് സീക്ക് ദിയർ ഒപ്പീനിയൻസ്. എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളെങ്ങനെയാണ് ഈ ഒരു ഹാലോ ഇഫക്റ്റ് വരുമ്പം നമ്മുടെ മുമ്പിൽ നല്ല അറിവുള്ളൊരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അയാൾക്ക് എല്ലാം അറിയാമെന്നുള്ളതാണ്. പക്ഷെ ചില ഏരിയയെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. എന്നാലും അയാൾക്ക് അറിയാത്ത ഏരിയയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ പോലും നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക, അയാൾക്ക് അറിയുന്നുള്ളതും അയാൾ പറഞ്ഞത് ശരി തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എക്സിബിറ്റഡ് വെൻ സ്പോർട്സ് സ്റ്റാർസ് എക്സ്പ്രസ് ദെയർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. ഇപ്പോൾ അതായത് സ്പോർട്സിലൊക്കെ വരുന്ന എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർസൊക്കെ പലപ്പോഴും പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് പറയാറുണ്ട്. രാഷ്ട്രീയപരമായ ചിലവരുടെ കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആൻഡ് ദ പബ്ലിക് ഗിവ് സ്ട്രോങ് വെയിറ്റ് ടു വാട്ട് ദേ സേ. ഇതങ്ങോട്ട് കേൾക്കുന്ന താമസം തന്നെ സാധാരണ പൊതുജനങ്ങൾ എന്ത് ചെയ്യും, അയാൾ എന്താണ് പറഞ്ഞത്, അയാൾക്ക് നല്ലൊരു വെയിറ്റ് അവിടെ നമ്മൾ കൊടുക്കുകയാണ്. വെയിറ്റ് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഒരു സെലിബ്രിറ്റിയാണ്, വലിയൊരു സ്പോർട്സ് താരമാണ്, അപ്പോൾ അയാൾ പറയുന്ന ആ ഒപ്പീനിയൻ കറക്റ്റാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. There is no logical reason to think that they have sound political opinions just because they have great skill in the area of sports. പക്ഷെ നമ്മൾ അവിടെ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതൊരു സ്പോർട്സ് താരമാണ്, അവർക്ക് സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത് ഏത് കാര്യം ചോദിച്ചാലും അവർ പറയുന്നത് ചിലപ്പോൾ അവിടെ ശരിയായിരിക്കാം. അവിടെ പൊളിറ്റിക്സുമായിട്ട് അവർക്ക് വലിയ അറിയുന്ന ഒരു മേഖലയല്ല. അപ്പോൾ അവർ പറഞ്ഞ ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെയാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഇതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ബയാസ് എന്നാണ് പറയുന്നത്. ഓവർ കോൺഫിഡൻസ് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ബേസിക്കലി അമൗണ്ട്സ് ടു ദ ഐഡിയ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കർ ട്രസ്റ്റ് ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ്. അപ്പം ഞാനൊരു തീരുമാനം എടുക്കുമ്പം എൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണോ അത് തന്നെയാണ് ശരി എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് അലൗസ് ദാറ്റ് ജഡ്ജ്മെൻറ്റ് ടു ഡോമിനേറ്റ് ഈവൺ ഇഫ് കോൺട്രറി എവിഡൻസ് അവൈലബിൾ. നമ്മളുടെ ചിന്തകൾ എന്താണോ, എൻ്റെ ശരികൾ എന്താണോ അത് ശരിക്കും ചിലപ്പോൾ എന്തായിരിക്കാം, തെറ്റായിരിക്കാം. അത് ശരിയല്ല എന്ന് കാണിക്കുന്ന തെളിവുകൾ എനിക്ക് കിട്ടിയാൽ പോലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. കാരണം എൻ്റെ ചിന്തകളാണ് ശരി എന്നുള്ള ആ ഒരു കാര്യമായിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് എവിഡൻസ് നമ്മുടെ മുന്നിൽ നിരത്തിയാൽ പോലും ഞാൻ പറയുന്നതും ഞാൻ ചിന്തിച്ചതും മാത്രമാണ് ശരി, അതിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു തരത്തിൽ അതുവഴി ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണകളാണ് ഓവർ കോൺഫിഡൻസ് ബയാസ് എന്ന് പറയുന്നത്. ഹിസ് കൺസിഡർ ഹിസ് ഒപ്പീനിയൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഹിം. ഞാൻ എന്താണോ ഒരു തീരുമാനം എടുത്തത് അതാണ് എനിക്ക് വലുത്, അതാണ് എനിക്ക് പ്രാധാന്യമുള്ളത്. ദാൻ ദാറ്റ് ഓഫ് എക്സ്പേർട്സ് ഹു ആർ മോർ നോളജബിൾ. നല്ല അറിവുള്ള വ്യക്തികളായിരിക്കും, നല്ല എക്സ്പേർട്ടുകളായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഒരിക്കലും അത് വകവെച്ച് കൊടുക്കാതെ നമ്മുടെ വിശ്വാസങ്ങളും തീരുമാനങ്ങളും മാത്രമാണെന്ന് ശരിയെന്ന് ചിന്തിക്കുക. ആൻഡ് ഓഫൺ മോർ ഫാക്ച്വൽ ഡാറ്റ ഈസ് അവൈലബിൾ ദാറ്റ് കോൺട്രഡിക്ട്സ് ഹിസ് വ്യൂസ്. നമ്മളുടെ വ്യൂസിനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ തെറ്റാണെന്ന് തെളിയിക്കുന്ന അതെല്ലാ ആളുകൾ പറയാം. നല്ല വിവരമുള്ള ആളുകൾ പറയും നീ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അതിനെ തെറ്റാണെന്ന് കാണിക്കുന്ന ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിരത്തും. പക്ഷെ എന്ത് വന്നാലും നമ്മളെടുത്തതും നമ്മുടെ തീരുമാനങ്ങളും മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവാം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോഗ്നിറ്റീവ് ബയാസസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയറുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തീരുമാനമെടുക്കുക എന്നുള്ള പ്രക്രിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിച്ചത്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് സൈക്കോളജിക്കലായിട്ട് വരുന്നൊരു ബാരിയേഴ്സ്. സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ കോഗ്നിറ്റീവ് ബയാസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കോഗ്നിറ്റീവ് ബയാസസ് പ്രധാനമായിട്ട് വരുന്ന 4 എണ്ണത്തിൻ്റെ പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൺഫർമേഷൻ ബയാസ്, ആങ്കറിങ് ബയാസ്, ഹാലോ ഇഫക്റ്റ്, ഓവർ കോൺഫിഡൻസ് ബയാസ്, ഇങ്ങനെ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ബയാസസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പം ഇത്തരത്തിലുള്ള ധാരണകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക.
അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. എന്നിട്ട് മറുപക്ഷം എന്താണെന്ന് കൂടി ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു ബാരിയേഴ്സിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.